കരിങ്കുന്നം ഇല്ലിച്ചാരി പ്രദേശത്തെ 1 മാസമായി ഭീതിയിലാഴ്ത്തിയ പുള്ളിപ്പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂടുവച്ചു. കോഴിയെ ഇരയായി വെച്ച് കൂട്ടിൽ കുടുക്കാനാണ് ശ്രമം. ഇവിടേക്ക് ആളുകൾ കടക്കാതിരിക്കാൻ 4 വശവും പോലീസ് തടഞ്ഞിട്ടുണ്ട്. കൂടുവെക്കാനുള്ള അനുമതി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് തിങ്കളാഴ്ച നൽകിയിരുന്നു. വൈൽഡ് ലൈഫ് വെറ്ററിനറി സർജൻ സന്ദർശിച്ച ശേഷമാണ് കൂടുവെക്കാൻ ഇല്ലിച്ചാരി മല നിശ്ചയിച്ചത്. എത്രയും വേഗം പുലിയെ പിടികൂടി ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് എന്ന് തൊടുപുഴ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ മനു കെ നായർ പറഞ്ഞു. ക്യാമറ ട്രാപ്പ് പരിശോധിച്ചതിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതും പിന്നെ ഇവിടെ പുലിയുടെ പത്മാർക്കും മറ്റ് ഇത് കണ്ടതിൽ നമ്മൾ വനംവകുപ്പ് സ്ഥിരീകരിക്കുകയാണ് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഡിവിഷൻ തലത്തിൽ DFO ലെവലിലും CCF തലത്തിലും നടത്തിയ മീറ്റിങ്ങിൻ്റെ ഫലമായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ പെർമിഷൻ നമുക്ക് ലഭിക്കുകയും കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ദിവസം നമ്മളിവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. വളർത്തുമൃഗങ്ങളെ കൊന്ന പുലിയെ പിടികൂടാൻ കൂട് വച്ചതിനു പിന്നാലെ കൃത്യമായ മുന്നറിയിപ്പുകൾ വനംവകുപ്പ് നൽകിയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. വന്ന് അവർ പറഞ്ഞു നമുക്ക് ക്യാമറ വെച്ച് നോക്കാം, അല്ലാതെ ലക്ഷണങ്ങളൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ കണ്ടത് പുലിയാണെന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് ഒന്നുമില്ല, കാൽപ്പാട് കാണണം, അല്ലെങ്കിൽ ഇങ്ങനെ കാണണം. അത് കാണിക്കാൻ നമ്മൾ ചെറിയ ഫോണായ കാരണം കാണാനും പറ്റില്ല. അന്നേരം അവർ പിന്നെ പറഞ്ഞു ക്യാമറ വയ്ക്കാമെന്ന് പറഞ്ഞു. ക്യാമറ 2-3 പ്രാവശ്യം വന്ന് നോക്കി കഴിഞ്ഞിട്ട് ക്യാമറയിൽ പതിഞ്ഞ് അങ്ങനെ കൂട് വയ്ക്കാമെന്ന് അവർ സമ്മതിച്ചു. ഞങ്ങൾ ഭയങ്കര പേടിച്ചിരിക്കുമായിരുന്നു. 2 പട്ടി 2 ആടിനെയും കൊന്നു. ഇറങ്ങരുത്, സുരക്ഷിതമായിരിക്കണം, ഒരു പട്ടി കുരയ്ക്കണം കേട്ടാലൊന്നും ഇറങ്ങി ചെല്ലരുതെന്നൊക്കെ പറഞ്ഞ് അവരിപ്പോഴും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്നും തന്നെ വിളിച്ച് പറയുമായിരുന്നു ഞങ്ങളോട്. കരിങ്കുന്നം പഞ്ചായത്തിലെ 5ഉം 6ഉം വാർഡുകളിൽപ്പെട്ട സ്ഥലമാണ് ഇല്ലിച്ചാരി. മുട്ടം പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ഇവിടം. മുട്ടം പോളിടെക്നിക്കിന് സമീപവും പുലിയെ കണ്ടിരുന്നു. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.